ഓം ശ്രീ ഗണേശായ നമ. ഓം നാരായണായ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ നമ. നമസ്കാരം പ്രിയപ്പെട്ട ഋഷിപ്രോക്തം കുടുംബാംഗങ്ങളെ, ഏവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു പുതിയ മാസം ആരംഭിക്കുകയാണ്. അതായത് ജൂലൈ മാസം 2026 ജൂലൈ മാസം ആരംഭിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുക? കാലചക്രത്തിന്റെ സഞ്ചാരത്തിൽ ഓരോ രാശിക്കൂറുകാരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുക. ചിലർക്കത് നേട്ടങ്ങളുടെ വാതിൽ തുറക്കുമ്പോൾ ചിലർക്ക് അതൊരു പാഠമാകുകയും ചെയ്യും. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് 2026 ജൂലൈ മാസത്തിലെ 12 രാശിക്കൂറുകാരുടെയും സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. എല്ലാവരും സുഖത്തോടെ ഇരിക്കട്ടെ, എല്ലാവർക്കും ആരോഗ്യമുണ്ടാകട്ടെ, എല്ലാവർക്കും മംഗളങ്ങൾ ഉണ്ടാകട്ടെ, ആരും ദുഃഖം അനുഭവിക്കാതിരിക്കട്ടെ. നമുക്ക് ഓരോ രാശിക്കൂറുകാരുടെയും ഫലത്തിലേക്ക് കടക്കാം. ആദ്യം മേടക്കൂറുകാരുടെ ഫലത്തെ പറയാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം ധൈര്യവും പ്രവർത്തനശേഷിയും വർദ്ധിക്കുന്ന സമയമാണ്. തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. എതിരാളികളുടെ സ്വാധീനം കുറയുന്നതാണ്. കഴിവുകളൊക്കെ അംഗീകരിക്കപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകും. പൊതുവെ ആരോഗ്യപരമായി മുൻ വർഷങ്ങളെക്കാൾ ഉന്മേഷം അനുഭവപ്പെടുന്ന മാസം കൂടിയാണ് ഈ മാസം. സാമ്പത്തിക രംഗത്തും മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ കടന്നുവരും. കുടിശ്ശിയായി കിട്ടാനിരുന്ന തുകകളൊക്കെ ലഭിക്കാനുള്ള അപ്രതീക്ഷിത സാഹചര്യങ്ങളും ഉണ്ടാകും. കുടുംബാന്തരീക്ഷത്തിലൊക്കെ സന്തോഷം വർദ്ധിക്കുന്നതാണ്. വീടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് സാഫല്യം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. എന്നാൽ 7.5 ശനിയുടെ കാലമാണ്. ശനി 12-ലാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ചെലവുകളും അനാവശ്യമായിട്ടുള്ള യാത്രകളും ഒഴിവാക്കുക. അതേപോലെ തന്നെ നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മത പുലർത്തുക. ആലോചനാശൂന്യമായി വേഗത്തിൽ പ്രതികരിക്കുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതും ഈ കാലയളവിൽ ഒഴിവാക്കേണ്ടതാണ്. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥേ. വെറുതെ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തിയത് കൊണ്ട് മാത്രം കാര്യം നമുക്ക് നേടാനായിട്ട് സാധിക്കില്ല. പരിശ്രമം അത്യാവശ്യമാണ്. ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. മേടക്കൂറുകാർക്ക് ജൂലൈ മാസം വിജയത്തിന്റെ മാസമാകട്ടെ. ദോഷപരിഹാരമായി ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക. ഹനുമാൻ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി ശക്തിക്കൊത്ത വഴിപാടുകളെ ചെയ്യുക. അടുത്ത നമുക്ക് ഇടവക്കൂറുകാരുടെ 2026 ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പറയാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവൻ രാശിക്കാർക്ക് ഭാഗ്യവർദ്ധനയുടെ സൂചനകൾ കിട്ടുന്ന സമയമാണ്. സാമ്പത്തിക രംഗത്ത് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടായേക്കാം. സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും വർദ്ധിക്കുന്നതാണ്. തൊഴിൽ മേഖലയിൽ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ വില ലഭിക്കുന്നതാണ്. വ്യാപാരികളായിട്ടുള്ളവർക്ക് പുതിയ കരാറുകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. സുഹൃത്തുക്കളുടെ സഹായം ഗുണകരമാകുന്നതാണ്. എന്നാൽ ചില പദ്ധതികളിലൊക്കെ കാലതാമസം ഉണ്ടായേക്കാം. വിശ്വസിച്ച ആളുകളിൽ നിന്ന് ചെറിയ നിരാശ ഉണ്ടാകുന്ന സംഭവങ്ങളും അനുഭവങ്ങളും ഉണ്ടായേക്കാം. ആരോഗ്യപരമായിട്ട് തലവേദന പോലുള്ള ശിരോരോഗങ്ങളും കണ്ണുകൾ മൂലമുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക, ശ്രദ്ധിക്കുക. അമിതമായിട്ട് സ്ട്രെയിൻ ചെയ്യുക, മൊബൈൽ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒഴിവാക്കി വരുന്നൊരു മാസത്തെ ആരോഗ്യപൂർണമാക്കുക. ധൈര്യം സർവത്ര സാധനം. വിപരീത ഫലങ്ങൾ പറയുമ്പോൾ പേടിക്കാതിരിക്കുക. ധൈര്യമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അതുകൊണ്ട് ധൈര്യപൂർവം മുന്നോട്ട് പോവുക. മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ദോഷപരിഹാരമായി ഈ മാസത്തിൽ പാരായണം ചെയ്യുക. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ 2026 ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പറയാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം നേട്ടങ്ങളും പരീക്ഷണങ്ങളും ഒരേപോലെ ഉണ്ടാകുന്ന സമയമാണ്. നേതൃത്വ ഗുണങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. കുടുംബജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതാണ്. സാമ്പത്തിക നിലയൊക്കെ സ്ഥിരതയിലേക്ക് നീങ്ങും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. എന്നാൽ തീരുമാനങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായേക്കാം. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അതിൽ നിന്നൊക്കെ പരമാവധി ഒഴിഞ്ഞു മാറുക. സത്യം ബ്രൂയാത്
പ്രിയം ബ്രൂയാത്. സത്യം പറയുക, എന്നാൽ അത് സ്നേഹപൂർവ്വം പറയുക എന്നാണ്. ദോഷപരിഹാരമായി മിഥുനക്കൂറുകാർ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ 2026 ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പറയാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകൻ രാശിക്കാർക്ക് തൊഴിൽ രംഗത്ത് പുരോഗതിയുടെ കാലമാണ് ഈ ജൂലൈ മാസം. പൊതുവെ അധികാര സ്ഥാനങ്ങളിലുള്ളവരുടെ പിന്തുണ ലഭിക്കുന്നതാണ്. തൊഴിലിൽ അംഗീകാരവും ബഹുമാനവും ഒക്കെ ലഭിക്കും. വീട്ടിലെ അന്തരീക്ഷം സമാധാനപൂർണമായിരിക്കും. കുടുംബാംഗങ്ങളുടെ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ സാമ്പത്തിക തീരുമാനങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ട കാലം കൂടിയാണ്. ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നേക്കാം. കാലഹ സർവത്ര കാരണം. സമയമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. അത് മനസ്സിലാക്കി സമയം കളയാതെ പ്രവർത്തിക്കുക. ദേവി മഹാത്മ്യം ദോഷപരിഹാരാർത്ഥമായി ഈ മാസം നിത്യം പാരായണം ചെയ്യുക. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ 2026 ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ്. സാമ്പത്തിക വളർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. മുൻകാല പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. പല വഴികളിലൂടെ ധനാഗമം ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് ഉയർച്ചയും അംഗീകാരവും ലഭിക്കും. എന്നാൽ കുടുംബത്ത് ചില അകൽച്ചകളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. യാത്രകളിലൊക്കെ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. ധർമ്മവും രക്ഷതി രക്ഷിത എന്നാണ്. ധർമ്മത്തെ സംരക്ഷിക്കുന്നവരെ ധർമ്മം സംരക്ഷിക്കും. വ്യാഴം 12-ലാണ്, അഷ്ടമശനിയാണ്. ധാർമ്മിക ചിന്തകൾ മാത്രം വെച്ചു പുലർത്തുക. ചിങ്ങക്കൂറുകാർക്ക് കാലം അനുകൂലമാകുന്നതാണ്. ജൂലൈ മാസത്തിൽ ദോഷപരിഹാരമായി ചിങ്ങക്കൂറുകാർ ആദിത്യ ഹൃദയ മന്ത്രം പാരായണം ചെയ്യുക. സംസ്കൃതത്തിലുള്ള രാമായണത്തിലെ അതേ ശ്ലോകം തന്നെ പാരായണം ചെയ്യുക. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ 2026 ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായിട്ടുള്ള മാസങ്ങളിൽ ഒന്നാണ് ഇത്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പൂർത്തിയാകുന്നതാണ്. പദവിയും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതാണ്. ധനകാര്യ നേട്ടങ്ങളും വിവിധ തരത്തിൽ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കും ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്കും വളരെ അനുകൂല സമയമാണ്. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ക്ഷമ പാലിക്കേണ്ട സമയം കൂടിയാണ്. ദൂരയാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. വിദ്യ ദദാതി വിനയം എന്നാണ്. വിദ്യ നിങ്ങൾക്ക് വിനയത്തെ നൽകുന്നു. വിനയത്തോടു കൂടി മുന്നോട്ട് പോവുക. നല്ലൊരു മാസമായി തീരും. ദോഷപരിഹാരമായി ജൂലൈ മാസത്തിൽ കന്നിക്കൂറുകാർ ഹയഗ്രീവ സ്തോത്രത്തെ നിത്യം പാരായണം ചെയ്യുക. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ 2026 ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പറയാം. തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം ശത്രുക്കളിൽ നിന്നും മത്സരങ്ങളിൽ നിന്നും ഒക്കെ വിജയം നേടാനുള്ള സാഹചര്യങ്ങളുണ്ട്. രോഗ സാധ്യതകളൊക്കെ കുറയുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചമുണ്ടാകുന്നതാണ്. തൊഴിൽ മേഖലയിൽ അംഗീകാരം ലഭിക്കുന്നതാണ്. എന്നാൽ വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ശ്രദ്ധ കൊടുക്കുക. ശുഭസ്യ ശീക്രം എന്നാണ്. നല്ല കാര്യങ്ങളൊക്കെ വേഗം ചെയ്യുക. ഒന്നും വെച്ച് താമസിപ്പിക്കാതിരിക്കുക. നല്ലൊരു മാസമാകട്ടെ ഈ ജൂലൈ മാസം. ദോഷപരിഹാരമായി തുലാക്കൂറുകാർ ദുർഗാ സപ്തശതി നിത്യം പാരായണം ചെയ്യുക. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ 2026 ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പറയാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസത്തിൽ ഭാഗ്യത്തിന്റെ ശക്തമായ പിന്തുണ ലഭിക്കുന്ന സമയമാണ്. 2-5 ഭാവാധിപനായിട്ടുള്ള വ്യാഴം മറ്റൊരു ത്രികോണസ്ഥാനമായിട്ടുള്ള ഭാഗ്യസ്ഥാനത്ത് ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം ഏത് രാശിക്കാർക്കാണ് എന്ന് ചോദിച്ചാൽ അത് വൃശ്ചികക്കൂറുകാർക്ക് തന്നെയായിരിക്കും. പൊതുവെ വൃശ്ചികക്കൂറുകാർക്ക് ധനലാഭം വർദ്ധിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും ഉണ്ടാകുന്നതാണ്. ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നതാണ്. ദീർഘകാലമായി കാത്തിരുന്ന കാര്യങ്ങളിലൊക്കെ പൂർത്തീകരണത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ സന്താനങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ ആശങ്ക ജനിപ്പിച്ചേക്കാം. അതേപോലെ തന്നെ അധികാരികളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധ കൊടുക്കുക. എത്ര ധർമ്മം തത്ര ജയം എന്നാണ്. ധർമ്മമുള്ളിടത്ത് വിജയം ഉറപ്പാണ്. ധാർമ്മിക ചിന്തകൾ വെടിയാതിരിക്കുക. ദോഷപരിഹാരമായി വൃശ്ചികക്കൂറുകാർ ശ്രീ സുബ്രഹ്മണ്യ ഭുജംഗം നിത്യം പാരായണം ചെയ്യുക. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ 2026 ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാർക്ക് ഈ മാസം ശത്രു വിജയത്തിന്റെയും പ്രവർത്തന നേട്ടങ്ങളുടെയും സമയമാണ്.
സമയമാണ്. തൊഴിലിൽ മുന്നേറ്റം ഉണ്ടാകുന്ന സമയമാണ്. മത്സരങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്ന മാസമാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ ഉണ്ടാകും. എന്നാൽ കുടുംബകലഹങ്ങൾ ഒഴിവാക്കാൻ ക്ഷമ പാലിക്കേണ്ടതാണ്. അതേപോലെ തന്നെ വാഹനം സംബന്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ജാഗ്രത പുലർത്തുക. ക്ഷമ വീരസ്യ ഭൂഷണം. ക്ഷമയാണ് വീരന്മാരുടെ ആഭരണം. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. ജൂലൈ മാസം ധനുക്കൂറുകാർക്ക് നല്ല മാസമാകും. ദോഷപരിഹാരമായി ദക്ഷിണാമൂർത്തി സ്തോത്രം നിത്യം ധനുക്കൂറുകാർ പാരായണം ചെയ്യുക. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ 2026 ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാർക്ക് ഇത് കാര്യസിദ്ധിയുടെ കാലഘട്ടമാണ്. സംസാര ശൈലി കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്ന സമയമാണ്. പൊതുവെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. കച്ചവട രംഗത്തും പൊതുവെ തൊഴിൽ മേഖലയിലും പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ കുടുംബത്തിലെ യുവതലമുറയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ആശങ്കകൾ ഉണ്ടായേക്കാം. ബന്ധങ്ങളിൽ അതുകൊണ്ട് തന്നെ ക്ഷമ പാലിക്കേണ്ടതാണ്. വാണി രത്നം മനുഷ്യാണാം എന്നാണ്. വാക്കാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ രത്നം. അതായത് വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. ജൂലൈ മാസം മകരക്കൂറുകാർക്ക് നല്ലൊരു മാസമാകും. ദോഷപരിഹാരമായി മകരക്കൂറുകാർ നിത്യം മഹാമൃത്യുഞ്ജയ മന്ത്രത്തെ ജൂലൈ മാസത്തിൽ ജപിക്കുക. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ 2026 ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം സമ്മിശ്ര ഫലമുള്ള സമയമാണ്. തൊഴിൽ രംഗത്ത് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സ്ഥാനക്കയറ്റത്തിനുള്ള സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത ആവശ്യമായിട്ടുള്ള സമയമാണ്. ധനാധിപനായിട്ടുള്ള വ്യാഴം 6ാം ഭാവത്തിലാണ്. ചെലവുകൾ നിയന്ത്രിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ധനപരമായി മറ്റുള്ളവരുടെ ചതിവ് ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ചെലുത്തുക. ഭക്ഷണക്രമം കൃത്യമാക്കുക. എന്നിരുന്നാലും ധനവരവിൽ യാതൊരു കുറവും ഉണ്ടാകില്ല. ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കുക. ആരോഗ്യം പരമപ്രധാനം എന്നാണ്. ആരോഗ്യം പരമപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുക. കുംഭക്കൂറുകാർക്ക് നല്ലൊരു മാസമായിരിക്കും ജൂലൈ മാസം. ദോഷപരിഹാരമായി ശിവ പഞ്ചാക്ഷരി മന്ത്രം നിത്യം ജപിക്കുക. നാഗേന്ദ്രഹാരായ എന്നുള്ള സ്തോത്രത്തെ നിത്യം ജപിക്കുക. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ 2026 ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ജൂലൈ മാസം നേട്ടങ്ങളും സന്തോഷവും നൽകുന്ന മാസമാണ്. വാഹനയോഗം, ഗൃഹസൗഖ്യം, കുടുംബ സന്തോഷം ഇവയൊക്കെ വർദ്ധിക്കുന്നതാണ്. മക്കളുടെ നേട്ടത്തിൽ അഭിമാനം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ആത്മീയ രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ്. പുതിയ അവസരങ്ങളൊക്കെ തേടിയെത്തുന്നതാണ്. എന്നാൽ മനസ്സിൽ അനാവശ്യ ആശങ്കകളൊക്കെ ഉണ്ടാകാം. യാത്രകൾ ആവശ്യമായി വന്നേക്കാം. മനയേവ മനുഷ്യായ കാരണം ബന്ധമോക്ഷയവും. മനസ്സാണ് മനുഷ്യന്റെ ബന്ധനത്തിന്റെയും മോക്ഷത്തിന്റെയും കാരണം. മനസ്സിനെ നേർവഴിയിൽ കൊണ്ടുപോവുക, സ്വസ്ഥമായി നിലനിർത്തുക. മീനക്കൂറുകാർക്ക് ജൂലൈ മാസത്തിൽ വിജയം ഉണ്ടാകുന്നതാണ്. മഹാവിഷ്ണു സഹസ്രനാമം നിത്യം പാരായണം ചെയ്യുക. ദോഷങ്ങൾ ഇല്ലാതാകും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാശിഫലം എന്നത് മാത്രം ഒരാളുടെ ഭാവിയെ നിശ്ചയിക്കുന്നില്ല. ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള സാധ്യതകളെ കുറിച്ചുള്ള സൂചനകളാണ് ഈ പറഞ്ഞത്. ഇത് ദൈവിക സൂചനകൾ തന്നെയാണ്. എന്നിരുന്നാലും നമ്മളുടെ നല്ല കർമ്മങ്ങളും ധാർമ്മികതയും ദൈവവിശ്വാസവും ദൈവത്തിലുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തിയും ഒക്കെ നമ്മളുടെ ജീവിതത്തിലെ ദുരിതങ്ങളെ ഇല്ലാതാക്കി നല്ല ഉയർച്ചയിലേക്ക് കൈപിടിച്ച് കയറ്റുന്നതാണ്. കർമ്മണ്യവാധികാരസ്ഥെ മാ ഫലേഷു കഥാചന. കർമ്മം ചെയ്യാൻ മാത്രമാണ് നമുക്ക് അവകാശം. ഫലം ഇച്ഛിക്കാതിരിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനകരമാകുമെന്ന് കരുതുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. തുടർന്നുള്ള വീഡിയോകൾ കാണാനായിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ മറ്റ് നല്ല വിശേഷ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.